മീ പാർവതി 12/6/2025 ടെസ്റ്റ്. വണ്ടി വരുന്നുണ്ടോ നോക്കി. നമ്മളിങ്ങനെ നിൽക്കുവാണെങ്കിലേ എവിടെയാണ് റൂട്ടോട്ട് കയറി പോകേണ്ടത്? ഇതുണ്ടോ, നമുക്ക് പോകാനുള്ള ഇടയില്ലേ? എന്തിനാ അത്ര തിരിക്കണേ? നേരെ നോക്കിയാൽ പോയാൽ മതി. വണ്ടി പറയുന്ന വരുന്നില്ല, ഉറപ്പ് വരുത്തി കേട്ടോ. സെക്കൻഡ് വീണ് ശരിയായില്ല കേട്ടോ. ദൂരെ നോക്കണം, 200 മീറ്റർ ദൂരെ. ഒരു ഗിയർ വീണില്ല എന്ന് അറിഞ്ഞാൽ അത് ഉറപ്പായി ഒരു ശരി പയ്യെ ചെയ്താൽ മതി. തെറ്റ് ചെയ്യാനേക്കാൻ പേര് കേട്ടോ. വണ്ടി റോങ് ആയിട്ട് കയറി പോകാതെ വണ്ടി ഇടതുവശം ചേർന്ന് ഓടിച്ച് ഗിയർ മാറാൻ നോക്കുക. വണ്ടി ലെവലാണെങ്കിൽ മാത്രം ഗിയർ ലിവറോട്ട് കൈ പോയാൽ മതി കേട്ടോ. ഗിയർ ലിവറെ പിടിക്കുമ്പോൾ സ്റ്റിയറിംഗ് ലിവർ ഗിയർ ലിവറെ പിടിക്കുമ്പോൾ സ്റ്റിയറിങ്ങിനെ കൈ പയ്യെ ലൂസാക്കണം. അതായത് വണ്ടി നേരെ ആണെങ്കിൽ മാത്രം ഗിയർ മാറണം. കൊടുക്കുക. എന്നിട്ട് അവിടെ ഒതുക്കി നിർത്തിക്കും. ഇവിടെ അല്ല, അങ്ങ് മാറി അവിടെ നിർത്തിക്കും. നിർത്തിക്കും. ജസ്റ്റ് ഫുള്ളായിട്ട് ചവിട്ടി നേരെയാക്കി നിർത്താം. അങ്ങനെ കൊള്ളാം. റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ ഒരു 10 പറഞ്ഞേ. റൂൾസ് ആൻഡ് റെഗുലേഷൻ തന്നെ പറഞ്ഞോ, 10 പറഞ്ഞാൽ മതി. സ്പീഡ് ലിമിറ്റ് 1, ആശുപത്രിയുടെ സ്കൂൾ പരിസരങ്ങളിൽ 30 കിലോമീറ്റർ വേഗതയിലേ പോകാൻ പാടുള്ളൂ. പിന്നെ ആശുപത്രി കവാടങ്ങളിൽ ഓൺ അടിക്കാൻ പാടില്ല. കോടതി പരിസരങ്ങളിൽ ഓൺ അടിക്കാൻ പാടില്ല. ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് വളവിൽ ഓൺ അടിക്കണം. ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ വരുമ്പോ അതിനെ സുഗമമായിട്ട് കടത്തി വിടണം. അപ്പൊ എന്തൊക്കെ ചെയ്യണം? സ്പീഡ് ആക്സിലേറ്ററിൽ നിന്ന് സ്പീഡ് കുറച്ച് വണ്ടി ഇടതുവശം ചേർത്ത് കൊടുക്കണം. അത് വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന വണ്ടി കടന്നു പോകാൻ പാകത്തിന്. പിന്നെ പാർക്കിംഗ് പാടില്ലാത്ത സ്ഥലങ്ങള്, പാലങ്ങളില്, കുത്തനെയുള്ള കയറ്റങ്ങളില്, ഒരു സിഗ്നലിനെ മറച്ചുകൊണ്ട് ഒന്നും പാർക്ക് ചെയ്യാൻ പാടില്ല. പിന്നെന്താ, വൺ വേയിൽ റിവേഴ്സ് എടുക്കാൻ പാടില്ല. റിവേഴ്സ് ചെയ്യാൻ പാടില്ല. യു ടേൺ ചെയ്യാൻ പാടില്ല. വൺ വേ യു ടേൺ തിരിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇടപെട്ട് വേർതിരിച്ചെടുക്കുന്ന സ്ഥലങ്ങളില് അവിടെ യു ടേൺ തിരിഞ്ഞ് അപ്പുറത്തോടെ പോകണം. പിന്നെ പിന്നെ ഇവിടെ തന്നെ നോക്കാനുള്ള റോഡ് മാർക്കിംഗ് ഉണ്ടല്ലോ, പറഞ്ഞു. റോഡ് മാർക്കിംഗ് നമ്മള് ഈ ഭാഗങ്ങളിൽ ഓവർടേക്കിംഗ് അധികം നിങ്ങൾ ഓവർടേക്ക് ചെയ്യേണ്ടത് ഇടവിട്ട് ഉള്ളവരെ ഉള്ളിടത്ത്. എങ്ങനെയാ നമ്മൾ ഓവർടേക്ക് ചെയ്യേണ്ടത്? നമ്മളെ ഓവർടേക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പറഞ്ഞത് അല്ലേ? നമ്മൾ ഓവർടേക്ക് ചെയ്യണത് എങ്ങനെയാ? നമ്മൾ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ തൊട്ട് മുമ്പുള്ള വണ്ടികളെക്കാളും അങ്ങനെയല്ല. നമ്മളെ ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തുകയും ബാക്കി പറ. ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുകയും നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പോവാണെന്നുള്ള സിഗ്നല് മുമ്പിൽ പോകുന്ന വണ്ടികൾക്ക് ഓൺ അടിച്ചോ മറ്റോ കൊടുത്ത് ഓൺ അടിച്ചാൽ മറ്റോ അല്ല, ഓൺ അടിച്ച് തന്നെ കൊടുക്കണം കേട്ടോ. വേറെ സിഗ്നൽ ഇല്ല. ഓൺ അടിച്ച് കൊടുത്ത് അവരും കൂടെ അതിന് അവരുടെ അനുവാദത്തോടു കൂടി മാത്രം ഓവർടേക്ക് ചെയ്യാം. ഇല്ലാതെ ഓവർടേക്ക് ചെയ്ത് എന്താ കാരണം? അവരുടെ ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുന്നതായിരിക്കും, നമ്മൾ കാണുന്നില്ലായിരിക്കും. നമ്മളെ വലതുവശം മാത്രം നോക്കി ഫ്രണ്ടിൽ നിന്ന് വരുന്നില്ലെന്ന് ഉറപ്പെടുത്തി കയറുമ്പോൾ അവരുടെ ഇത് ബാക്ക് കാരണം നമുക്ക് ഫ്രണ്ട് കാണാൻ വരും കേട്ടോ. അത് കാരണം അവരുടെ അനുവാദം പഠിക്കണം. പിന്നെ സൈൻ ബോർഡുകൾ എത്ര ഉണ്ട്? സൈൻ ബോർഡുകൾ എത്ര വിധം? വട്ടത്തില്, ത്രികോണത്തില്, ചതുരത്തില്. വട്ടത്തിലുള്ളത് മാൻഡേറ്ററി നിർബന്ധമായിട്ട് പാലിക്കേണ്ടത്. ത്രികോണത്തിലുള്ളവ നമ്മള് മുന്നറിയിപ്പുകളാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്. ചതുരത്തിലുള്ളത് നമുക്ക് അറിവുകളിലേക്ക്. ചതുരത്തിലുള്ള 2 കാര്യം പറഞ്ഞു. ഒന്ന് മറ്റേ വിശ്രമസ്ഥലം, ആശുപത്രി അടുത്തുള്ള കാര്യങ്ങള്, പിന്നെ ലഘുഭക്ഷണശാല, അങ്ങനെയുള്ളത്. ത്രികോണത്തില് വളവ്, യൂപിൻ വളവുകള്, ഹെയർ അങ്ങനത്തെ ഒരു
മറ്റേ ഇടുങ്ങിയ പാലം, അത് തന്നെ കടത്തുണ്ട്. പാലം, കടത്തുകള്, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ പിന്നെ വൃത്തം, വൃത്തത്തിലുള്ള സ്റ്റോപ്പ്, സ്പീഡ് ലിമിറ്റ്, നോ പാർക്കിംഗ്, പാർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ളത്. പിന്നെ പാടില്ല, അരുത് എന്നുള്ളതല്ല. അരുതെന്നുള്ളത്, അതായത് വൃത്തത്തിനുള്ളിൽ. വൃത്തത്തിനുള്ള പിന്നെ നിർബന്ധമായി വേറെ ഓൺ അടിക്കേണ്ടതൊക്കെ നിർബന്ധമായി അത് വൃത്തത്തിൽ ഇടാതെ കേട്ടോ. ഇങ്ങനെ പോകട്ടെ. വരയിടാതെ. ഇത്ര മതി. ഓക്കെ.